എന്തൊക്കെ ബഹളമായിരുന്നു. 100 സീറ്റിന് മേലെ കിട്ടുമെന്ന് പ്രവചിക്കുന്നു, 12 മന്ത്രിമാരെങ്കിലും തോൽക്കൂന്ന് പറയുന്നു, ധർമ്മട മണ്ഡലത്തിലെ ആദ്യ റൗണ്ടുകളിൽ LDF പിറകിലാകുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണല്ലേ പ്രവചിച്ചത്? ഇപ്പോഴല്ലേ എല്ലാം മനസ്സിലായത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. സംഭവം നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ചതിനെ ചൊല്ലിയുള്ള വിവാദമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ BJP സീല് വന്നത് ഓർമ്മയില്ലേ? കോൺഗ്രസ് പാർട്ടി അറിയാതെ ചാർട്ടേഡ് ഫ്ലൈറ്റ്, മംഗലാപുരം യാത്ര, BJP നേതാക്കളുമായി കൂടിക്കാഴ്ച, ഗവർണറുടെ വസതിയിൽ ചെന്ന് ഗവർണറുടെ ഓഫീസ് സെക്രട്ടറി ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്റ്റാഫിൽ RSS ബന്ധമുള്ളവരെന്ന് വാർത്ത വരുന്നു, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിലെ മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മാധ്യമ സെക്രട്ടറി മുഖ്യമന്ത്രി സതീശന്റെ സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നു, തുറമുഖ വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കാതെ കൈയടക്കി വെക്കുന്നു. ഇതാ ഇപ്പോൾ രത്തൻ യു ഖേൽക്കറുടെ നിയമനം. എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര വെടിപ്പല്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷം പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചുകൂടാ എന്നാണ് മറ്റൊരു പക്ഷം ചോദിക്കുന്നത്. 2024 ഡിസംബർ 4 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വകുപ്പിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. സ്പെഷ്യൽ സെക്രട്ടറി, പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ജില്ലാ കളക്ടർ, ഇൻസ്പെക്ടർ ജനറൽ, പ്രൊജക്ട് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, സ്പെഷ്യൽ ഓഫീസർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ, സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 കണ്ണൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് മികച്ച ജില്ലാ കളക്ടർക്കുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി ഭാഷകളിൽ രത്തൻ ഖേൽക്കറിന് പ്രാവീണ്യമുണ്ട്. മാത്രമല്ല 2019-21 കാലഘട്ടത്തിൽ കൃഷി വികസന കർഷകക്ഷേമ വകുപ്പിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2021 ജൂലൈ മുതൽ മന്ത്രി P രാജീവ് കൈകാര്യം ചെയ്ത വകുപ്പിലെ GST കമ്മീഷണറായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന വകുപ്പുകളിലൊന്നായ IT, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സെക്രട്ടറി ആയിരിക്കെ തന്നെ 2023-24 കാലത്ത് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി അധിക ചുമതലയും വഹിച്ചു. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരിന്റെ അത്യന്തം പ്രധാനപ്പെട്ട വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത ചുമതലകളും കൈകാര്യം ചെയ്ത ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് അയോഗ്യനായി മാറിയതെന്നാണ് അവർ ചോദിക്കുന്നത്. കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാർ കൈമാറുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്നാണെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ സ്ഥാനം താൽക്കാലിക ഡെപ്യൂട്ടേഷൻ നിയമന സ്വഭാവമുള്ളതാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ സർക്കാർ സർവീസിലേക്ക് മടങ്ങുമെന്നും അറിയാത്തവരല്ലല്ലോ ഈ വിവാദം ഉണ്ടാക്കുന്നതെന്നും കൂടെ അവർ ചോദിക്കുന്നുണ്ട്. PJ തോമസ് IAS, നളിനി നെറ്റു IAS, ടിക്കാറാം മീന IAS ഒക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ആളുകളായിരുന്നു. അവരൊക്കെ വിവിധ സർക്കാരുകളുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ നിയമിതരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യപ്രാപ്തി നോക്കി അവരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയോ മറ്റ് വകുപ്പ് മേധാവികളായോ നിയമിക്കുന്നത് കേരളത്തിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ചെയ്തു വരുന്ന സ്വാഭാവികമായ ഒരു ഭരണരീതി മാത്രമാണെന്നും അതിൽ വിവാദത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് അവരുടെ വാദം. എന്നിരുന്നാലും ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്നയാളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിനെ എതിർത്ത രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്ന ശക്തമായ ആവശ്യമാണ് ഇടതുപക്ഷത്തിന്.